നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 42. എടാ, നീ പറയടാ, എന്താ നിന്റെ പ്രശ്നം? എന്തിനാ നീ കരയുന്നേ? നിനക്കെവിടുന്ന ഇത്രയും പൈസ? ഇതെന്താ നിന്റെ കയ്യില്? അഖിൽ ചോദ്യങ്ങളിങ്ങനെ ചോദിച്ചു കൊണ്ടേയിരുന്നു. ഏയ്, ഒന്നുമില്ലടാ, ഞാൻ പെട്ടെന്നെന്തോ ഓക്കെ, ഞാനിപ്പോൾ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്നോട് കാര്യം പറയാനാ പറഞ്ഞേ. എന്താ കരയാനുള്ള കാരണം? അത് അറിയാതെ കണ്ണ് നിറഞ്ഞു പോയതാടാ. വേറെ വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ. എടാ, ഞാൻ നിന്നെ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. എത്ര വർഷങ്ങളായടാ. ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലും തളരാത്തവനാ നീ. നിന്നെ കരയിക്കാൻ മാത്രം ഉണ്ടായ എന്ത് പ്രതിസന്ധിയാണ് നിൻ്റെ ലൈഫിലുള്ളത്? ഞാൻ അറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിലില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. സത്യം പറയടാ, എന്താ കാര്യം? ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യം നിനക്കുണ്ടോ? എടാ, നീ ഇങ്ങനെ കാടിക്കരുത്, ചിന്തിക്കല്ലേടാ. ഒന്നുമില്ല, അത് കഴിഞ്ഞു, വിട്. അറിയാതെ ഞാൻ ഈ പൈസ എവിടുന്നാ? അഖിൽ വീണ്ടും ചോദിച്ചു. അതെനിക്കൊരാൾ തന്നതാ. ഒരാൾ പൈസ കയ്യിൽ തരുമ്പോൾ കരയാണോ വേണ്ടത്? അത് സന്തോഷമല്ലേടാ. സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണുനീര് വന്നു പോയതാ. സന്തോഷം കൊണ്ട് ഒരാൾ കരയുന്നതും സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഒരാൾ കരയുന്നതും കണ്ടാൽ മനസ്സിലാവും. നീ കുറച്ച് നേരത്തെ എന്താ ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ? ജയ് ഒന്നും വേണ്ടിയില്ല. നീ എന്നെ കെട്ടിപ്പിടിച്ചാ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞത്. കരഞ്ഞ് തീർന്നപ്പോൾ നീ ഇത് മറന്നു അല്ലേ? അത് സന്തോഷക്കണ്ണീരാ? എടാ എടാ പ്ലീസ്, ഇപ്പം ഞാൻ ഓക്കെ ആയി. അതെനിക്ക് മനസ്സിലായി. കാര്യം പറ. ഞാൻ അറിയാത്ത എന്തോ ഒരു പ്രശ്നം നിൻ്റെ ലൈഫിലുണ്ട്. അതെനിക്കറിയണം. എന്താ പ്രശ്നം? എടാ, അങ്ങനെയൊന്നും ഇല്ല. എടാ, നീ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ? എടാ, എന്താ ഞാൻ പറയാ നിന്നോട്? സത്യം, അതാണ് എനിക്ക് വേണ്ടത്. എടാ, അപ്പുറത്ത് ഇപ്പോൾ കസ്റ്റമറോ മറ്റോ വന്നിട്ടുണ്ടാവും. നീ ചെല്ല്, നമ്മൾ രണ്ടുപേരും ഇവിടെ അവിടെ വന്നാൽ നോക്കാൻ ആളുണ്ട്. അതുകൊണ്ട് അത് നീ ചിന്തിക്കേണ്ട. നീ കാര്യം പറ. നിന്നെ ഇത്രയ്ക്ക് വേദനിപ്പിച്ച സംഭവം എന്താ? ഞാൻ അറിയാത്ത നിൻ്റെ ലൈഫിൽ എന്ത് രഹസ്യമാണുള്ളത്? ഞാൻ അറിയാതെ എന്ത് പ്രശ്നമാണ് നിൻ്റെ ലൈഫിലുള്ളത്? എടാ, എനിക്കറിയാം നിൻ്റെ ലൈഫിൽ 1000 പ്രശ്നങ്ങളുണ്ടെന്ന്, അത് വേറെ കാര്യം. പക്ഷേ ഏകദേശം നിൻ്റെ ലൈഫിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്താണ് ഇപ്പം നീ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം നീ ആഗ്രഹിച്ചതുപോലെയൊക്കെ നിൻ്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു. ഇനി അധികം ബാധ്യതകളോ പ്രശ്നങ്ങളോ നിനക്കില്ല. അപ്പം പിന്നെ ഇത്രമാത്രം നിന്നെ വേദനിപ്പിക്കുന്ന എന്ത് പ്രശ്നം നിനക്ക് വന്ന് അതെനിക്കറിയണ്ടേ? എടാ, അങ്ങനെയൊന്നും ഇല്ലടാ. അപ്പം നിനക്കത് പറയാൻ താല്പര്യമില്ല അല്ലേ? എടാ, ഞാൻ എന്താ നിനക്ക് പറയണ്ടേ? നിൻ്റെ പ്രശ്നം എന്താണ്? അതാണ് എനിക്ക് അറിയേണ്ടത്. എനിക്കത് പറയാൻ പറ്റുന്നൊരു കാര്യമല്ലടാ. ചെറിയൊരു പ്രശ്നം ലൈഫിലുണ്ട്, അത് സത്യമാണ്. പക്ഷെ എനിക്കത് ആരോടും പറയാൻ പറ്റില്ല. വേറൊന്നുമല്ല, ആ പ്രശ്നം ആരും അറിയില്ല എന്ന് ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തു പോയി. നിനക്കറിയാലോടാ, വാക്ക് കൊടുത്താൽ അത് പാലിക്കണം. എനിക്ക് കൊടുത്ത വാക്ക് പാലിച്ചിട്ട് തന്നെയാണ് ശീലം. തെറ്റിക്കാൻ പറ്റില്ലടാ, അത്രയേ ഉള്ളൂ. കൂടുതലായിട്ട് നീ ഒന്നിനോട് ചോദിക്കരുത് പ്ലീസ്. നിനക്ക് നീ കൊടുത്ത വാക്കാണോ ഞാനെന്ന സുഹൃത്താണോ വലുത്? എടാ, നീ എന്തൊക്കെയായി ചോദിക്കുന്നത്? ചോദ്യത്തിന് മാത്രം മറുപടി പറ. നിനക്ക് നീ കൊടുത്ത ആർക്കാണെന്ന് എനിക്കറിയില്ല, അത് ആർക്കും ആയിക്കോട്ടെ, നിൻ്റെ വാക്കാണോ
ഞാനെന്ന സുഹൃത്താണോ നിനക്ക് വലുത്? എടാ, നീ ഇങ്ങനൊന്നും ചോദിക്കല്ലേ. നിൻ്റെ ലൈഫിൽ ഇപ്പം നടക്കുന്ന പ്രശ്നം അതെന്തായാലും അതിത്തിരി സീരിയസാണ്. അതെനിക്ക് മനസ്സിലായി. നിന്നെ ഇത്രത്തോളം തളർത്താൻ ആ പ്രശ്നത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് എന്താണെന്ന് നീ മറച്ചു വെച്ച് നീ ഒരുപാട് നാൾ മുന്നോട്ട് പോകുന്നത് നിനക്ക് നല്ലതല്ല. അപ്പോൾ നിൻ്റെ വാക്കിനേക്കാളും ഞാനെന്ന സുഹൃത്തിന് നീ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ പറ, നിൻ്റെ പ്രശ്നം എന്താ? എടാ, നീ ഇങ്ങനെയൊക്കെ ചോദിക്കലടാ പ്ലീസ്. നീ പറയുന്നോ അതോ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇന്നത്തോടെ അവസാനിപ്പിക്കണോ? എടാ, എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാണ് പറയണ്ടേ? പറ, പിന്നെ ഞാൻ എങ്ങനെയാടാ പറയണ്ടേ? ഞാൻ പറയാം, പക്ഷെ കൂടുതലായിട്ട് നീ ഒന്നും എന്നോട് ചോദിക്കരുത്. എൻ്റെ അപേക്ഷയാണ്, പ്ലീസ്. നീ പറ. എൻ്റെ ലൈഫിൽ ഞാൻ പോലും വിചാരിക്കാതെ ഒരു പെണ്ണ് കടന്നു വന്നു. എൻ്റെ കഷ്ടകാലത്തിന് അവൾ പറഞ്ഞതെല്ലാം ഓക്കെ പറഞ്ഞ് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു. എൻ്റെ ഗതികെട്ട സമയമായത് കൊണ്ടാണോ എന്നറിയില്ല, അവളെന്ന തലവേദന ഇപ്പം എൻ്റെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുക. എനിക്ക് ആ തലവേദന ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഞാൻ കൊടുത്ത വാക്കാണത്. എനിക്കത് പാലിക്കാതിരിക്കാൻ പറ്റില്ല. 1 വർഷം എനിക്ക് അവളെ സഹിച്ചേ പറ്റുള്ളൂ. പ്ലീസ്, ഇതിൽ കൂടുതലൊന്നും നിന്നോട് ചോദിക്കല്ലടാ പ്ലീസ്. നിൻ്റെ ലൈഫിൽ പെണ്ണോ? എടാ, നീ സത്യം തന്നെയാണോ പറയുന്നത്? അഖിൽ അത്ഭുതത്തോടെ ചോദിച്ചു. നിനക്ക് പ്രേമോ? പ്രേമല്ല, ഒരു മാങ്ങോതൊലിയുമില്ല. പിന്നെ എങ്ങനെയാടാ പെണ്ണ് വരാ? അതല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ കഷ്ടകാലത്തിന് കണ്ടുമുട്ടിയത് അവളെ. ഒരു തലവേദനയായി, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രേമമാണങ്ങട്ടൊന്നുമില്ല. എനിക്കൊന്നും മനസ്സിലായില്ലടാ. എടാ, എനിക്കിതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ലടാ. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. എടാ, നീ ചോദിച്ചില്ലേ എൻ്റെ വാക്കിനേക്കാളും വില സുഹൃത്തായ നിനക്കില്ലേന്ന്? അതിനു വേണ്ടി മാത്രം ഇത്രയും ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ എന്നോട് ചോദിക്കലടാ പ്ലീസ്. എനിക്കിതിൽ കൂടുതൽ എന്നോട് പറയാൻ പറ്റില്ല. പ്ലീസ് ഡാ. കാരണം എനിക്ക് നീ തന്നെയാണ് വലുത്, അതുകൊണ്ടാ. പ്ലീസ് ഡാ, നിർബന്ധിക്കല്ലേടാ. ജയ്യുടെ കെഞ്ചിയുള്ള അപേക്ഷ. അഖിലിന് കൂടുതലായിട്ടൊന്നും പറയാൻ സാധിച്ചില്ല. എങ്കിലും ജയ്യെ ചേർത്ത് പിടിച്ച് അഖിൽ പറഞ്ഞു, എടാ, നിൻ്റെ ലൈഫിലൊരു പ്രശ്നം വരുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ ഇത്രയും തളരുമ്പോൾ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. അതെന്താണെന്ന് അറിഞ്ഞാൽ എനിക്ക് പരിഹരിക്കാൻ പറ്റില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. എനിക്കറിയാലോ നിൻ്റെ സ്വഭാവം. നമുക്ക് നോക്കാം. എന്താ കാര്യമെന്ന് നീ പറയാതെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്ക്. എനിക്കത്രേ പറയാനുള്ളൂ. ഇപ്പം നീ ഓക്കെ ആണല്ലോ അല്ലേ? ഞാൻ ഓക്കെ ആണടാ, സത്യമായിട്ട് ഞാൻ ഓക്കെ ആണ്. എന്നാൽ ശരി, ഞാൻ പോട്ടെ അപ്പുറത്ത്. എന്ത് പ്രശ്നം ഉണ്ടായാലും പറയാൻ മടിക്കല്ലേടാ പ്ലീസ്. ഇല്ലടാ, പറയും, ഉറപ്പാണ്. അല്ലാടാ, എവിടുന്നാ നിൻ്റെ ലൈഫിലൊരു പെണ്ണ്? അതും നിനക്ക് പ്രേമമൊന്നും ഇല്ലാത്തൊരു പെണ്ണ്. പറഞ്ഞല്ലോടാ, ഒരു കുരുക്കാണത്. ആ കുരുക്കിൽ ഞാൻ അറിയാതെ ചെന്ന് വീണു പോയതാ, സത്യമായിട്ടും. എന്തായാലും ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പം നീ ഇവിടെ ഇരിക്കുക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരിടാ. അഖിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് നടന്നു നീങ്ങി. ജയ് ഇനി എന്ത് ചെയ്യണം എന്നാലോചിച്ച് അവിടെ തന്നെ ഇരുന്നു.